ഇനി ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടത്തിനു വേണ്ടിയാണ്. ഫുട്ബോൾ ലോകം ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റോടെ കാത്തിരിക്കുന്ന പോരാട്ടങ്ങളിലൊന്ന് യൂറോ വമ്പന്മാരായ ഇംഗ്ലണ്ടും ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ അർജന്റീനയും. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഈ ഒരു പോരാട്ടത്തിന് വേണ്ടി. ലോക ചാമ്പ്യൻ പട്ടം ഇത്തവണ വീണ്ടും നിലനിർത്താൻ അർജന്റീനക്കാകുമോ എന്ന് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുകയാണ്. എന്നാൽ മിന്നും ഫോമിൽ കളിക്കുന്ന ഇംഗ്ലണ്ടിനെയാണ് ഇനി അർജന്റീനയ്ക്ക് മറികടക്കേണ്ടത്. സ്കോഡപ്പ് വാല്യൂവിൽ അർജന്റീനയേക്കാൾ മുൻതൂക്കം ഇംഗ്ലണ്ടിന് തന്നെയാണ്, അത് സമ്മതിച്ചേ പറ്റൂ. പക്ഷേ തോൽക്കാൻ മനസ്സില്ലാത്ത അർജന്റീനയെ എങ്ങനെ ഇംഗ്ലണ്ട് തോൽപ്പിക്കുമെന്നും കാത്തിരുന്നു കാണണം. തമ്മിൽ ശത്രുത നിറഞ്ഞ രണ്ട് രാജ്യങ്ങളുടെ പോരാട്ടമാണ് എന്നത് മത്സരത്തിന്റെ വീര്യം കൂട്ടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ലിയോ മെസ്സി ആദ്യമായി ഇംഗ്ലണ്ടിനെതിരെ ബൂട്ടുകെട്ടാൻ ഇറങ്ങുന്നു. എന്നാൽ ഇംഗ്ലണ്ടിനെതിരെ കളിക്കാനിറങ്ങുന്നതിന് മുമ്പ് അർജന്റീന ആരാധകർക്ക് വളരെ സന്തോഷം നിറഞ്ഞ കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. അർജന്റീന ആരാധകർ ഈ വേൾഡ് കപ്പിൽ കാത്തിരുന്ന കാര്യം. അതെ, ലിയോ മെസ്സിക്ക് പുറമെ അർജന്റീന മുന്നേറ്റത്തിലെ താരങ്ങൾ ഗോളടിക്കുന്നില്ല എന്ന അർജന്റീന ആരാധകരുടെ ഏറ്റവും നിരാശാജനകമായ വസ്തുതയാണ് കഴിഞ്ഞ മത്സരത്തോടെ മാറിക്കിട്ടിയത്. 22 വേൾഡ് കപ്പിൽ മിന്നും ഫോമിൽ കളിച്ചിരുന്ന ഹൂലിൻ അൽവരസിന്റെ കാലിൽ നിന്ന് ഒരു ഗോൾ പോലും പിറന്നില്ലെന്നായിരുന്നു നിലവിലുള്ള ചീത്തപ്പേര്. എന്നാൽ ഹൂലിയൻ ഫോമിലേക്ക് ഉയർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വെടിച്ചുള്ളി ഗോളാണ് കഴിഞ്ഞ സ്വിറ്റ്സർലാൻഡിനെതിരായുള്ള പോരാട്ടത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ചത്. 112-ാം മിനിറ്റിൽ അദ്ദേഹം നേടിയ ഒരു തകർപ്പൻ ഗോൾ. അതിനു പിന്നാലെ ലൗത്തോരോ മാർട്ടിനസും അർജന്റീനക്കായി ഗോൾ വല ചലിപ്പിച്ചു. ലൗത്തോരയുടെ ഈ വേൾഡ് കപ്പിൽ 2ാം ഗോളാണിത്. മെസ്സിയും ലൗത്തോരയും ഹൂലിയൻ അൽവരസും എല്ലാം മിന്നും ഫോമിലാണ്. അർജന്റീൻ മുന്നേറ്റത്തിന്റെ താരങ്ങൾ തങ്ങളുടെ മികച്ച ഫോമിലേക്ക് ഉയർന്നു എന്നാണ് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ ഈ മുന്നേറ്റങ്ങളെ തടുക്കാൻ ഇംഗ്ലണ്ടിന്റെ പ്രതിരോധം പാടുപെടുമെന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഹൂലിയനും മെസ്സിയും ലൗത്തോരയും ഫോമിലേക്ക് ഉയർന്നാൽ അർജന്റീന ഏറ്റവും മൂർച്ചയുള്ള മുന്നേറ്റ നിരയായി മാറും. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വേൾഡ് കപ്പ് വിശേഷങ്ങളുമായി ഇനിയും കാണാം.